വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ നീക്കണമെന്ന പ്രതിപക്ഷം. രാജ്യസഭാ സെക്രട്ടറി ജനറലിന് 55 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകി. ഭൂരിപക്ഷത്തിന്റെ താൽപര്യപ്രകാരം രാജ്യം ഭരിക്കപ്പെടുമെന്നായിരുന്നു VHP പരിപാടിയിൽ പങ്കെടുത്ത ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പരാമർശം. അതിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിൽ വലിയ വിമർശനം ഉയർത്തിവെച്ച പ്രസംഗമാണ്. അതിന്മേൽ അഭിഭാഷകരുടെ പ്രതികരണം വന്നതാണ്. ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട ഇംപീച്ച്മെന്റ് നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി കഴിഞ്ഞ ദിവസം VHP പരിപാടിയിലായിരുന്നു ഇത് സംബന്ധിച്ചൊരു പ്രതികരണം. അത് വിവാദമാവുകയും ചെയ്തു. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ചായിരിക്കും രാജ്യം ഭരിക്കപ്പെടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. പിന്നീട് പ്രതിപക്ഷത്തിന്റെ വിമർശനമുണ്ടായി, അഭിഭാഷകരുടെ വിമർശനമുണ്ടായി. ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തെ 55 എംപിമാർ ഒപ്പിട്ട ഇംപീച്ച്മെന്റ് നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കുമാർ MP ഉണ്ട്. MP അടക്കം ഒപ്പിട്ടിട്ടുണ്ട്. ഇതിന്റെ സാധ്യത എന്താണ്? ജഡ്ജിയെ മാറ്റാൻ ഇങ്ങനെ ഒപ്പിട്ടത് കൊണ്ടോ ഇംപീച്ച്മെന്റ് നടപടി എന്തൊക്കെ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്? നമ്മൾ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇംപീച്ച്മെന്റ് മോഷൻ അവതരിപ്പിക്കാനുള്ള നോട്ടീസ്, അനുവാദം ചോദിച്ചുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അത് രാജ്യസഭയിലെ 50 അംഗങ്ങളെങ്കിലും ഒപ്പിട്ടാലാണ് കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ 2-3 ദിവസങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇന്നാണല്ലോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച, ഇന്ന് അത് സമർപ്പിച്ച് കഴിഞ്ഞു. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ ഈ പ്രതികരണങ്ങളെ എങ്ങനെ കാണുന്നത്? ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിൻ്റെ പ്രതികരണങ്ങളൊന്നും ഒരു മറുപടി പോലും അർഹിക്കുന്ന ഒന്നല്ല. കാരണം ഇത്രയും മോശക്കാരനായിരിക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ ഇത്ര ഒരു സംവിധാനത്തിനകത്ത് ഇത്രയും കാലം ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു നാണക്കേടാണ്. ഇയാൾ നേരത്തെയും വലിയ വിവാദ പുരുഷനാണ്. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിനകത്തൊക്കെ ഇത്തരത്തിലുള്ള ഭീകരന്മാരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് കുറേ പേരെങ്കിലും എന്ന് പറയുന്നത് എന്തൊരു അപമാനമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി തന്നെ ആ കാര്യത്തിനകത്തൊരു ഇതിനു വേണ്ടി അലഹബാദ് ഹൈക്കോടതിയോട് ചോദിച്ചിട്ടുണ്ട്. പ്രതിപക്ഷവും ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. നേരത്തെയും വിവാദമായ പല പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ശേഖർ കുമാർ യാദവ് നടത്തിയിരുന്നു. ഇപ്പോൾ അവസാനത്തെ പ്രതികരണത്തിലും പരാമർശത്തിലും കൃത്യമായ നിയമ നടപടികളിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുകയാണ്. സ്മൃതി, ശരി, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷം ഇക്കാര്യത്തിലൊരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.